അസ്സലാമു അലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എനിക്ക് പ്രമുഖ സഞ്ചാര വിദഗ്ധൻ അല്ലെങ്കിൽ ടൂറിസം ഗൈഡർ ഓരോ രാജ്യത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ അനുഭവങ്ങൾ വിവരിക്കുന്ന വീഡിയോകളും മറ്റും പ്രസിദ്ധപ്പെടുത്തുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ്. അത് അദ്ദേഹം ചോദിച്ചത് മുസ്ലിങ്ങളോട് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സ്വർഗത്തിൽ ചെന്നാൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ദൈവമായല്ല. ക്രിസ്ത്യൻ വിശ്വാസം പോലെ സ്വർഗസ്ഥനായ പിതാവല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം. അള്ളാഹു, അൽ ഇലാഹു എന്ന് പറഞ്ഞാൽ ഇലാഹി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമെന്നാണ്. അറബിയിൽ അൽ എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അത് മൈരിഫയാവും, ഒരു അറിയപ്പെട്ട ദൈവമാവും. അതൊറ്റ ഒന്നേ ഉള്ളൂ. ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്തി. അള്ളാഹുവിന് 99ഓളം പേരുകൾ പരിചയപ്പെടുത്തി. അതിൽ ഒരു പേര്, ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് അള്ളാഹു എന്നാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അത് ജലാലത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനത്തിൻ്റെ പേരാണ്. അള്ളാഹു എന്ന പേര് മുമ്പ് ഒരാൾക്ക് ഇടുകയോ അതിനുശേഷം മറ്റൊരു മനുഷ്യന്മാർക്ക് ഇടുകയോ ചെയ്തിട്ടില്ല. അതാണ് ആ പേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്, ഈ പ്രപഞ്ചമൊട്ടാകെ സൃഷ്ടിച്ചവൻ, ആകാശവും ഭൂമിയും അതിലുള്ള സർവ ചരാചരങ്ങളും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അവൻ ആകാശത്ത് നിന്ന് മഴയെ വർഷിക്കുന്നു. അതിനുശേഷം ഇവിടെ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ സസ്യലതാദികളാൽ നിറച്ചുകൊണ്ട് അലങ്കരിക്കുന്നു. മനുഷ്യനെ കേവലം ഇന്ദ്രിയത്തുള്ളികളിൽ നിന്ന് മാംസക്കട്ടയായും അതിനുശേഷം മനുഷ്യനെന്ന രൂപപ്പെടുത്തി അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും പൂർണ്ണ വളർച്ച കൊടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറക്കി വിടുകയും ഇവിടെ അവന് ജീവിത സന്ധാരണങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ശേഷം അവന് നിശ്ചിത ആയുസ്സെത്തുമ്പോൾ അവൻ്റെ റൂഹിനെ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് അവനെ മണ്ണിലേക്ക് തന്നെ മടക്കിയെടുക്കുന്ന ആ ദൈവം. അതേപോലെ തന്നെ നമുക്ക് രോഗം വന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അള്ളാഹുവിനെ പറ്റി നിരവധി തവണ തൻ്റെ അനുയായികളെ ബോധ്യപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്നവൻ, ശാന്തി നൽകുന്നവൻ, ഞാൻ വിളിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, അതുപോലെ ഞാൻ വിശക്കുമ്പോൾ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, അങ്ങനെ തുടങ്ങി പോകുന്നു ഈ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ വിശേഷണങ്ങൾ. പിന്നെ ഖുർആനിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത്, കുൽ, നബിയെ തങ്ങൾ പറയണം, ഹുവല്ലാഹു അഹദ്, ആ അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സമദ്, ആ അള്ളാഹു തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും അത്താണി അഥവാ പ്രതീക്ഷ. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല. വലൻ യൂലദ്, പ്രസവിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ രണ്ടർത്ഥത്തിൽ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, പ്രസവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് കുട്ടികളില്ല. അതുപോലെ മറ്റൊരാളുടെ കുട്ടിയായി ജനിച്ചവനുമല്ല, അവന് സമമായി മറ്റൊന്നും ഇല്ല എന്നാണ് ഒരിടത്ത് അള്ളാഹു പറയുന്നത്. മറ്റൊരിടത്ത് പറയുന്നത്, അള്ളാഹു നൂറു സമാവാത്തി വല്ലർ, അള്ളാഹു ആകാശഭൂമികളിൽ നിറയുന്ന പ്രകാശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അള്ളാഹു എവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച്
എന്തായാലും ഒരു സൃഷ്ടാവ് വേണമല്ലോ. നമുക്കറിയാം, ഒരു ട്രാഫിക്കുള്ള റൂട്ടിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവിടെ സിഗ്നലോ ട്രാഫിക് പോലീസുകാരനോ ഇല്ലെങ്കിൽ, ചെറിയ കുറച്ച് വണ്ടികൾ മാത്രം ഓടുന്ന ഒരു ട്രാഫിക് സിഗ്നലാണെങ്കിൽ പോലും അവിടെ വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ നടക്കുന്നത് നാം സാധാരണ കാണാറുണ്ട്. എന്നാൽ കോടാനുകോടി നക്ഷത്രങ്ങളും അതിനനുസരിച്ച് ഗ്രഹങ്ങളും അതിനനുസരിച്ചുള്ള ഗാലക്സികളും തിങ്ങി നിറഞ്ഞ ആകാശം, അതുപോലെ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ, അവിടെ അനന്തകോടി ജീവജാലങ്ങൾ, ഇവർക്കെല്ലാം ഭക്ഷണം വേണം. അവയെല്ലാം കൃത്യമായ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കണം. ഇതൊക്കെ ക്രമീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം ഇതേപടി നിലനിന്ന് പോവുകയുള്ളൂ. ഇനി മനുഷ്യരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും കോടീശ്വരന്മാരാക്കാമായിരുന്നു. പക്ഷേ എല്ലാവരും കോടീശ്വരന്മാരായാൽ എന്താണ് സംഭവിക്കുക എന്ന് നാം ചിന്തിക്കണം. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള മനുഷ്യരുടെ സഹായം തേടുന്നു. നമ്മളൊരു ടൗണിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മുടി വളർന്നിട്ടുണ്ടെങ്കിൽ ബാർബർ ഷോപ്പിൽ കയറി മുടി മുറിക്കുന്നു. അതുപോലെ നമുക്ക് വേണ്ട പലവ്യഞ്ജന സാധനങ്ങൾ പലചരക്ക് കടകളിൽ നിന്ന് വാങ്ങുന്നു എന്ന് തുടങ്ങി നാം ഒരുപാട് ബന്ധങ്ങൾ പല കാര്യത്തിനും ആശ്രയിക്കുന്നു. അതേസമയം ഈ പറയപ്പെട്ട രൂപത്തിൽ എല്ലാ മനുഷ്യരും ഒരേപോലെ കോടീശ്വരന്മാരാകുന്നില്ല എന്നതാണ് ഈ ദൈവമില്ല എന്നതിന് തെളിവ് എന്ന രൂപത്തിൽ നമ്മുടെ സന്തോഷ് ജോർജ് അവതരിപ്പിക്കുന്നത്. അത് ആക്കാത്തത് അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ്, അല്ലാതെ ഇല്ല എന്നതിനല്ല അത് തെളിവാകുന്നത്. കാരണം ഈ കോടാനുകോടി മനുഷ്യരെല്ലാവരും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ, എല്ലാവർക്കും അള്ളാഹു ആകാശത്തിൽ നിന്ന് സ്വർണ്ണക്കട്ടി എടുത്തു കൊടുത്തു കോടീശ്വരന്മാരായാൽ നമ്മളെപ്പോലുള്ളവർക്ക് യാത്ര ചെയ്യാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തയ്യാറാവില്ല. കാരണം അയാളുടെ വീട്ടിലും കോടികളുണ്ട്. അപ്പോൾ അയാൾ കരുതും, ഞാൻ എന്തിനും ഓട്ടോറിക്ഷ ഓട്ടണം. അതുപോലെ ഒരു ബാർബർ ഷോപ്പുകാരൻ, അവനും കോടീശ്വരനായിരുന്നെങ്കിൽ അവൻ വിചാരിക്കും, ഞാൻ എന്തിന് മറ്റുള്ളവരുടെ മുടി മുറിച്ച് കൊടുക്കണം. ഈ സന്തോഷ് ജോർജ് കൊളങ്ങര വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ വിചാരിക്കും, ഞാനും കോടീശ്വരനല്ലേ, എനിക്കെന്താ അതുകൊണ്ട് കാര്യം, ഞാൻ എന്തിനത് ചെയ്യണം. അതുപോലെ സന്തോഷ് ജോർജ് വീഡിയോ ചെയ്യൂല, കാരണം എന്താ, ഞാൻ കോടികൾ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഞാനെന്തിന് വീഡിയോ ചെയ്യണം എന്നുള്ള രൂപത്തിൽ പ്രപഞ്ചം തന്നെ നിശ്ചലമായി പോകും. അതാണ് ഈ സ്വർഗത്തിൽ എന്താണ് ചെയ്യുക എന്നതിൻ്റെ പുറമെ ഭൂമിയിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ എല്ലാവർക്കും ഒരേപോലെയല്ല ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. നമുക്കറിയാം, വളരെ കഴിവും സാമർഥ്യവുമുള്ള ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടോ സാമർഥ്യമുള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ അല്ല, അവർ എല്ലാ നിലക്കും കഴിവുള്ള ഒരുപാട് ആളുകൾ അവരിപ്പോഴും പട്ടിണി പാവങ്ങളായി ജീവിക്കുന്നു. അതേസമയം ഒരു കഴിവുമില്ലാതെ വിവരവുമില്ലാതെ ഉള്ള ആളുകൾ, കണ്ടാൽ പടുജാഹിലികൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വിവരദോഷികൾ എന്ന് പറയാവുന്ന ചില ആളുകൾ, അവർ നമ്മുടെ ഭരണാധികാരികൾ വരെയാകുന്നു, അവർ ഉയർന്ന പണക്കാരാകുന്നു. ഇതെല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മനുഷ്യൻ്റെ കഴിവിനപ്പുറം ഇതെല്ലാം നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു ശക്തി പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുവെന്ന്. അല്ലാതെ നാം മനുഷ്യർ ഓരോ വ്യക്തികളും ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കുമായിരുന്നെങ്കിൽ, പണ്ടൊരു കവിത കേട്ടിട്ടുണ്ട്, ഇവിടെ നാം ഇച്ഛിപ്പതെല്ലാം നടക്കുകിൽ നാരായണൻ എന്തിനീ അമ്പലങ്ങൾ എന്ന് പറഞ്ഞതുപോലെ, എല്ലാവരും ഓരോ വ്യക്തിയും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നടത്താനാണ് ദൈവം എന്ന വിശ്വാസം തന്നെ തെറ്റാണ്. അതുപോലെ സ്വർഗസ്ഥനായ പിതാവ്, അതും നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസപ്രകാരം മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ റബ്ബ് ആരാണെന്ന് അവന് മനസ്സിലാകും എന്നാണ് ഇമാം ഗസാലിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ച് തരുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവനിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹു ആരാണ്, അവൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ ചൈതന്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലത്തും നമ്മളോട് വ്യക്തമായി പറയുന്നു,
നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങൾ കടലിലേക്ക് നോക്കുന്നില്ലേ? കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലേക്ക് നോക്കുന്നില്ലേ? ആരാണ് ഇവയ്ക്ക് ദിശാബോധം നൽകുന്നത്? ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് എന്നെല്ലാം അള്ളാഹു ചോദിക്കുന്നു. പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആരാണ് അന്തരീക്ഷത്തിൽ അവയെ താങ്ങി നിർത്തുന്നത്? എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളിലും കുടികൊള്ളുന്ന ഒരു ചൈതന്യം, അതാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന അള്ളാഹു. അല്ലാതെ ഇവരൊക്കെ മറ്റുള്ള ചിലർ പറയുന്നത് പോലെ, സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് പോലെ, ഏതോ ഒരു കസേരയിലിരുന്ന് നാടിനെ ഭരിക്കുന്ന ഒരു രാജാവോ ഒരു അധികാര ശക്തിയോ ആയല്ല അള്ളാഹു പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തവർക്കാണ് ഇവിടെ അള്ളാഹു ഒന്നും ചെയ്യുന്നില്ല, ദൈവമല്ല കേട്ടോ, അള്ളാഹുവാണ്. കാരണം ദൈവം എന്ന് പറയുന്ന വാക്ക് ഒരുപാട് പേർക്ക് ഉപയോഗിക്കാം. മനുഷ്യൻ എന്ന് പറയും പോലെയാണ് ദൈവം. അതേസമയം അള്ളാഹു എന്ന് പറയുമ്പോൾ അറിയപ്പെട്ട അംഗീകൃതമായ ഒറ്റ ദൈവം. അതിന് മക്കളില്ല, കുടുംബമില്ല, കുട്ടികളില്ല, ഭാര്യയില്ല എന്നൊക്കെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം, അതാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ, അതായത് ഈ ഭൗതിക ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അള്ളാഹു അതിൻ്റെതായ ചെയ്തികളിൽ തിരക്കിൽ തന്നെയാണ്, സംശയമില്ല. അതേസമയം സ്വർഗത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് മറ്റൊരു വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും.